പത്രപ്രവർത്തനത്തിനെക്കുറിച്ച് പറയുമ്പോൾ പത്രപ്രവർത്തനത്തിനകത്ത് വരുന്ന സംഗതിയാണല്ലോ, അതിൻ്റെ ഒരു ഉപവിഭാഗമാണല്ലോ പാരിസ്ഥിതിക ജേർണലിസം. അപ്പോൾ എൻവയോൺമെൻറ്റൽ ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ സാമ്പ്രദായിക അർത്ഥത്തിൽ ജേർണലിസത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിനെ നിയന്ത്രിക്കുന്ന ഒരു നൈതിക ബോധം എന്ന് പറയുന്നത് ഇക്വിറ്റിയെക്കുറിച്ചിട്ടുള്ള സങ്കല്പമാണ്. ഇക്വിറ്റി എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് തുല്യനീതി എന്ന സങ്കല്പം. ആ തുല്യനീതി എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പത്രപ്രവർത്തനത്തിനൊരു നൈതിക ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഒരു എത്തിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പത്രപ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നമ്മുടെ കാലത്ത് ഉയർന്നു വരുന്നത് പലപ്പോഴും നമ്മൾ ഈ പാരിസ്ഥിതിക ജേർണലിസം എന്ന് സാധാരണ വിളിക്കുന്ന ഒരു മേഖലയിലാണ്. അത് ജേർണലിസം എന്ന പോലെ തന്നെ പാരിസ്ഥിതിക പത്രപ്രവർത്തനവും ഒരു പ്രദേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ലോകവ്യാപകമായിട്ട് അല്ലെങ്കിൽ ദേശീയമായിട്ട് അല്ലെങ്കിൽ ലോക്കലായിട്ട് പോലും നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ചില കാലത്ത് ചില ചോദ്യങ്ങൾക്ക് ധാരാളമായിട്ടുള്ള പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കാറുള്ളത്, ചില കാലത്ത് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരുമല്ലോ. നമ്മൾ എന്തുകൊണ്ട് 90കളിൽ നടന്ന കാര്യങ്ങൾ 90കളിൽ നമ്മുടെ പ്രധാന മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങൾ അതേ ഇൻറ്റൻസിറ്റിയോടെ അതേ സർഗാത്മകതയോടെ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത്? ടെലിവിഷൻ മാധ്യമങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. 90കളിലാണ് ഒരുപക്ഷെ ടെലിവിഷൻ വ്യാപകമായി തുടങ്ങുന്നത്. ആ 90കളിലെ ടെലിവിഷൻ ചാനലുകൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ടെക്നോളജിയുടെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കുറേ കൂടി ഇൻറ്റൻസായിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. പലപ്പോഴും അതിൻ്റെ പ്രദർശന രീതിയും അത് സംസാരിച്ചിരുന്ന രീതിയും അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിച്ചിരുന്ന രീതിയുമൊക്കെ വളരെ അമച്വറിഷ് ആണെന്നൊക്കെ നമുക്കിപ്പോൾ തോന്നും. പക്ഷേ അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ധാരാളം നമുക്ക് നമ്മുടെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അക്കാലത്ത് പൊളിറ്റിക്കൽ ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അല്പം ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പാരിസ്ഥിതിക പത്രപ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി വ്യാപിപ്പിച്ച് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേം, ഡെവലപ്മെൻറ്റ് ജേർണലിസത്തിൻ്റെ കുടക്കീഴിലാണ് നമ്മൾ ഈ പാരിസ്ഥിതിക പത്രപ്രവർത്തനയും മറ്റുമൊക്കെ സാധാരണ സ്ഥാപിക്കാറുള്ളത്. ഇത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. അതായത് രാഷ്ട്രീയ പത്രപ്രവർത്തനവും സാമ്പത്തിക പത്രപ്രവർത്തനവും സ്പോർട്സും അല്ലാത്ത എന്ത് കാര്യത്തിനെയും നമ്മൾ സാധാരണ ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്നുകൊണ്ടിടും. അതിൻ്റെ കീഴിലാണ് പലപ്പോഴും നടന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു 1960കളിലാണ് ശരിക്കും പറഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടേമിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യമുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ വളരെ ഗാഠമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ധാരാളം സ്ഥലമെടുത്ത് തന്നെ ഇവയെക്കുറിച്ച് എഴുതേണ്ടതുമായിട്ടുള്ളൊരാവശ്യമുണ്ടെന്ന് ഉള്ള കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതാണ്ട് 60കളിലാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഒരുപക്ഷെ 1962 നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് റേച്ചൽ കാഴ്സൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം. റേച്ചൽ കാഴ്സൺ ആ പുസ്തകം എഴുതുന്നത് ഈ കീടനാശിനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ ഇമ്പാക്റ്റ്, പാരിസ്ഥിതിക ഇമ്പാക്റ്റ്, ഹെൽത്ത് ഇമ്പാക്റ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ്, ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നു. റേച്ചൽ കാഴ്സൺ ഒരു പത്രപ്രവർത്തകയായിരുന്നു. സയൻസ് പഠിച്ചിട്ടുള്ള ന്യൂയോർക്കിന് വേണ്ടിയിട്ടാണ്, ന്യൂയോർക്കർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള മാസികയിലാണ് അതിൻ്റെ ആദ്യത്തെ ഇത് വരുന്നത്. പിന്നീട് അത് പുസ്തകമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. 62 ഇത് വരുന്നുണ്ട്. ഈ പുസ്തകത്തോടെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള നമ്മൾ അന്നേ വരെ സയൻസിനെക്കുറിച്ച് കണ്ടിരുന്ന നമ്മുടെ ബോധം അങ്ങ് മാറുകയാണ്. അതായത് ശാസ്ത്രം എന്നാൽ പുരോഗതി എന്ന് മാത്രം എന്ന ഒരു വളരെ ലളിതമായ ഒരു ഇക്വേഷനിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ലോകം പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്, സയൻസ് എന്ന പേരിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നതിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ എന്തെല്ലാം അർത്ഥത്തിലാണ് ശാസ്ത്രത്തിൽ കൂടി കടന്നു വരുന്നത്, ലാഭം എന്ന് പറയുന്ന സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് എത്ര കണ്ട് ശാസ്ത്രം സാധാരണ മനുഷ്യനെ പറ്റിക്കുന്നുണ്ട്. ഇതൊക്കെ പത്രപ്രവർത്തനത്തിലേക്ക് പതുക്കെ വരികയാണ്. 60കളിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ച മാതിരി 60കൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ വെസ്റ്റിലുണ്ടായിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക വളർച്ചയുണ്ട്. ആ സാമ്പത്തിക വളർച്ചയുടെ
മുരടിപ്പ് വന്നു തുടങ്ങുന്ന ഒരു കാലമാണ് 60-കൾ. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്നത് അതിനോട് ഒരു യുദ്ധാനന്തര തലമുറയിലെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ മറ്റു രീതിയിൽ റിയാക്ട് ചെയ്യുകയാണ്. ഈ പറയുന്ന വെസ്റ്റേൺ ക്യാപിറ്റലിസത്തിനെതിരെ, മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വലിയ വിമർശനത്തിൻ്റെ സമയം കൂടിയിട്ടാണ് 1960-കൾ. പല അർത്ഥത്തിൽ പല തരത്തിലുള്ള സാമ്പത്തിക പൊളിറ്റിക്കൽ ഇക്കോണമിയിലുള്ള രാജ്യങ്ങളുണ്ട്. അത് ഓരോരിടത്തും അതിൻ്റെ റിയാക്ഷൻ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അമേരിക്കയിൽ നമ്മൾ കണ്ടു, ഇന്ത്യൻ ഒരുപാട് തരത്തിലുള്ള യോഗയൊക്കെ പോലുള്ള സാധനങ്ങളിലേക്ക് ഒരു ഓൾട്ടർനേറ്റ് ലൈഫ് സ്റ്റൈൽ ആളുകൾ ആലോചിച്ച് തുടങ്ങി. നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന ഈ പുരോഗതിയെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രീതിയിൽ ആളുകൾ അന്വേഷിച്ച് തുടങ്ങണം. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ വ്യക്തമായിട്ട് വരാൻ തുടങ്ങുന്നു. യൂറോപ്പിലാണെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകളുടെയും മൊബിലൈസേഷൻ്റെയും ഒക്കെ രീതിയിൽ വളരെ ശക്തമായിട്ട് വരുന്നു. അമേരിക്കയിൽ അത് മ്യൂസിക്കിൻ്റെ തലത്തിൽ വരുന്നുണ്ട്, സിവിൽ ലിബർട്ടീസിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. പുതിയ കെറോക്കിനെയൊക്കെ പോലെയുള്ള എഴുത്തുകാർ, ജാക്ക് കെറോക്കൊക്കെയുള്ള ബീറ്റ് ജനറേഷൻ എന്ന് വിളിക്കുന്ന ഗാരി സ്നൈഡർ എന്ന് പറയുന്ന കവി, ഇത്തരത്തിലുള്ള ഒരു സാഹിത്യത്തിൻ്റെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഗാഠമായിട്ട് വരികയാണ്. ഇതേ 60-കളുടെ ഒടുക്കം ഒരു യൂറോപ്യൻ തിങ്കർ ഗായ് ദിബോർ എന്ന് പറയുന്ന തിങ്കർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, സ്പെക്ടക്കിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും വളരെ 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 മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ സ്പെക്ടക്കിൾ സൊസൈറ്റി. എല്ലാം ഒരു ആർഭാടവും എന്താണ് പറയുക, ശബ്ദം ഉണ്ടാക്കലും ആളുകൾക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതും ഒരു ആഴവും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് ലോകം ടെക്നോളജിയുടെയും മാധ്യമരംഗത്തെ വിസ്ഫോടനത്തിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന ഒരു ലോകത്തെക്കുറിച്ചിട്ടാണ് ഈ സ്പെക്ടക്കിൾ സൊസൈറ്റി എന്നുള്ള പുസ്തകം പ്രെഡിക്റ്റ് ചെയ്തത് അന്ന് 60-കളിൽ. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കാലത്തെ യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള സാഹിത്യമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഹെൻറിക് ബോൾ എന്ന് പറയുന്ന ആളുടെ, പീറ്റർ ഹാൻകെ, ഇങ്ങനെയൊക്കെയുള്ള ജർമ്മൻ എഴുത്തുകാരുടെയൊക്കെ രചനകളിലൊക്കെ നമുക്കിത് കാണാം. ദ ലോസ്റ്റ് ഓണർ ഓഫ് കാതറിൻ ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നോവലുണ്ട്. അത് ഈ ടെലിവിഷൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിൻ്റെ കഥയാണ്. ഇത്തരത്തിലുള്ള ഒരു മാധ്യമ വിമർശനവും അതേസമയം തന്നെ നിലവിലുള്ള ഒരു പോസിറ്റിവിസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ചിട്ടുള്ള വിമർശനവും കൂടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ റേച്ചൽ കാർസനെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വരുന്നത്. ഇതൊക്കെ തന്നെ ഈ സൊസൈറ്റി, സമൂഹം ഈ ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയതോടെ ഈ സർക്കുലേഷൻ വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാധ്യമങ്ങളും ഈ ചോദ്യങ്ങൾ പലതും ഉയർത്താൻ ബാധ്യസ്ഥരാകുകയാണ്. അപ്പോൾ തുടക്കത്തിൽ അത് ഒപ്പീനിയൻ പീസസ് ആയിട്ട്, അഭിപ്രായ ലേഖനങ്ങളായിട്ട് വന്നു തുടങ്ങുന്നു. പിന്നീട് അത് വലിയ അളവിലുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പല സ്ഥലത്തും പാരിസ്ഥിതികമെന്ന് നമ്മൾ ഇപ്പോൾ പറയാറായിട്ടുള്ള വന സംരക്ഷണം തുടങ്ങിയ നിയമങ്ങളൊക്കെ അമേരിക്കയിലൊക്കെ അതിന് മുമ്പേ തന്നെ വരുന്നുണ്ട്. നാഷണൽ പാർക്സിനെ കുറിച്ചിട്ടുള്ള സങ്കല്പവും ഒക്കെ നേരത്തെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇത് ദൈനംദിന ജീവിതത്തിലെ പാരിസ്ഥിതികമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പുസ്തകമാണ് ജെയിൻ ജേക്കബ്സിൻ്റെ ദ റൈസ് ആൻഡ് ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ഗ്രേറ്റ് അമേരിക്കൻ സിറ്റീസ് എന്ന് പറയുന്ന പുസ്തകം. അത് അർബൻ ഡിസൈനിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ അതിനകത്ത് ചേർന്നിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇക്വിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ നഗരം വികസിപ്പിക്കുമ്പോൾ അതിൽ റെസിഡൻഷ്യൽ സോണുകൾ എന്ന പേരിൽ അതിനവിടെ നിന്ന് കച്ചവടങ്ങൾ മാറ്റുമ്പോൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ മാറ്റുമ്പോൾ ആരെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരാണ് പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരായി മാറുന്നത്. കാരണം അവരിതിൻ്റെ വികസിക്കുന്ന നഗരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിലേക്ക് പിന്തള്ളപ്പെടുകയാണ്. കാരണം അവർക്ക് നഗരത്തിനകത്ത് താമസിക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് അമേരിക്കയുടെ മാത്രം കഥയല്ല, നമ്മുടെ നഗരങ്ങൾക്കും എല്ലാം ബാധകമാണ്. ഇത് നേരിട്ട് അർബൻ ഡിസൈനിനെ കുറിച്ചിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് ലോബിയും ആർക്കിടെക്ചറൽ ലോബിയും ഒക്കെ ഭയങ്കരമായിട്ട് എതിർത്തൊരു പുസ്തകമാണ് ജെയിൻ ജേക്കബ്സിൻ്റെ ഈ പുസ്തകം. പക്ഷേ ഇത് മുന്നോട്ട് വയ്ക്കുന്നതിനകത്ത് വേറൊരു പാരിസ്ഥിതികമായിട്ടുള്ള നീതി ശരിക്കും ഉണ്ട്. നിങ്ങൾ ആളുകളെ കൊണ്ട് ഈ സാധാരണക്കാരെ നിങ്ങൾ പുറത്തേക്ക് മാറ്റുന്നു. നഗരത്തിൻ്റെ എലീറ്റിന് മാത്രമായിട്ട് നഗരമധ്യങ്ങൾ നിങ്ങൾ സംരക്ഷിച്ചു തുടങ്ങുന്നു. നിങ്ങളുടെ അർബൻ ഡിസൈൻ അങ്ങനെ നിങ്ങൾ മാറ്റുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കൂടുതൽ ദൂരങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്നു. പ്രൊഡക്റ്റീവായിട്ടുള്ള ലേബർ കൂടുതൽ ദൂരെ യാത്ര ചെയ്യാണ്. ദർ ഇസ് എൻ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ടു ഇറ്റ്. പാരിസ്ഥിതികമായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട് അതിന്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ കാര്യം, ആ കാർബൺ ഇക്കോണമി എന്നൊക്കെയുള്ള വാക്ക് പിന്നീടാണ് വരുന്നത്. പക്ഷേ ഇത് പലതും ഇന്ന് ഇത്തരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എങ്ങോട്ടാണ് ഈ ലോകം 60-കളിൽ പോയിരുന്നത് എന്ന്. ഇത്തരത്തിലുള്ള എഴുത്തുകളിൽ പലതിലും നമുക്ക് കാണാമായിരുന്നു. ഇവർ പലരും തന്നെ പുസ്തകങ്ങൾ എഴുതിയിരുന്നതിൻ്റെ ആദ്യ രൂപങ്ങൾ പത്രമാധ്യമങ്ങളിലാണ് എഴുതിയിരുന്നത്, ലേഖനങ്ങളായിട്ട്. ലേഖനങ്ങളെന്ന് പറഞ്ഞാൽ അഭിപ്രായമായിട്ടല്ല.
ഇത് പലതും വളരെ റിപ്പോർട്ടാഷായിട്ടാണ് എഴുതിയിരുന്നത്. റിപ്പോർട്ട് വലിയ ദീർഘമേറിയ പല പല ആഴ്ചകളും പല മാസങ്ങളും എടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ദീർഘ റിപ്പോർട്ടുകളാണ് പിൽക്കാലത്ത് ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്, പിൽക്കാലത്ത് പുസ്തകമായി മാറുന്നത്. ഇതേ സമയത്ത് തന്നെ കേരളത്തിലും ഇതിൻ്റെ അനുകരണമുണ്ട്. മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ 1962 നിശബ്ദ വസന്തം റേച്ചൽ കാർസൺ എഴുതുന്നത്. 1964 NV കൃഷ്ണവാര്യർ ഈ പുസ്തകത്തെക്കുറിച്ച് മലയാളത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ജി മധുസൂദനൻ്റെ പുസ്തകമുണ്ട് നഷ്ടമാകുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ളത്. അതിനകത്ത് ഒരു ചാപ്റ്ററിൽ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് NV കൃഷ്ണവാര്യരാണ് മലയാളത്തിലെ ആദ്യത്തെ എൻവയോൺമെൻറ്റൽ ജേർണലിസ്റ്റ് എന്ന്. പിൽക്കാലത്ത് ഇതേ NV നമ്മൾ 80കളിൽ വരുമ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സൈലൻറ്റ് വാലി ഇഷ്യൂ ഉണ്ടാവുകയാണ്. അപ്പോൾ പത്രവും നിലപാടെടുത്തു സൈലൻറ്റ് വാലി പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ NV ഇതിനെതിരെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് സൈലൻറ്റ് വാലി സംരക്ഷണ സമിതി ഉണ്ടാകുന്നത്. എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ കവികളല്ല അതിനകത്ത് അംഗങ്ങളാണ്. സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് വരുന്നത് സൈലൻറ്റ് വാലി അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരുണ്ടാക്കുന്ന ഈ കമ്മിറ്റിയുടെ കൂടെയാണ്. അപ്പം അന്ന് NVയോട് പറഞ്ഞു ഇത് പത്രസ്ഥാപനത്തിൻ്റെ നിലപാടിനെതിരാണെന്ന്. NV പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പത്രസ്ഥാപനത്തിന് അതിൻ്റെ നിലപാട് മാറ്റാം. ഞാൻ എൻ്റെ നിലപാട് മാറ്റാൻ പോകുന്നില്ല, ഇത് തന്നെയായിരിക്കും, ഞാൻ പത്രാധിപരായിരിക്കുന്നിടത്തോളം കാലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എടുക്കുക, മാതൃഭൂമി എന്ന സ്ഥാപനത്തിന് വേണമെങ്കിൽ പേര് മാറ്റാമെന്ന്. ഇത്തരത്തിലുള്ള പത്രാധിപന്മാരും അപ്പോൾ ഏതാണ്ട് സമാനമായിട്ട് 1960കളിൽ KSSB ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ രൂപങ്ങളിലുള്ള അത് ഒരു സയൻസ് പോപ്പുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടെ വരികയാണല്ലോ. PT ഭാസ്കര പണിക്കരെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരു സ്കോളർ ആക്ടിവിസ്റ്റ് ഉണ്ട്, ഡോക്ടർ KG അടിയോടി ഉണ്ട്, NV നമ്പൂതിരി ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരുന്ന ആളുകൾ, ഡോക്ടർ MK പ്രസാദ്, അങ്ങനെയുള്ള എഴുത്തൊക്കെ ഈ 1960കളിൽ മലയാളത്തിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ 70കളൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞവരെ പൊളിറ്റിക്കൽ ഇക്കോണമിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. കേരളത്തിലെ ജനകീയ സമരങ്ങളുടെയും അവകാശ സമരങ്ങളുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാക്കിയ മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഇന്ത്യയിൽ മറ്റെവിടെയും ഉണ്ടാകാത്ത രീതിയിൽ നമുക്കിവിടെ ചോദിക്കാൻ സാധിച്ചിരുന്നത്. നമ്മുടെ മാധ്യമരംഗം ഇതിനകം വളരെ വലുതായി കഴിഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ എക്സ്പാൻഡഡ് ആയിരുന്നിരിക്കില്ല, എന്നാൽ ഏതാണ്ട് അഭിപ്രായ രൂപീകരണം നടത്താൻ സാധിക്കുന്ന അതിന് കഴിവുള്ള ആളുകളിലെല്ലാം എത്തുന്ന തരത്തിൽ വലുതായിരുന്നു നമ്മുടെ മാധ്യമലോകം. ഈ പ്രധാനപ്പെട്ട പത്രമാസങ്ങൾ മാത്രമല്ല, അവർ നേരിട്ടുന്ന വേറൊരു പ്രഷറുണ്ട് ലിറ്റിൽ മാഗസിനുകളിൽ നിന്നും. ചെറുപ്രസിദ്ധീകരണങ്ങൾ, ചെറു കൂട്ടായ്മകൾ, അവയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കേരളത്തിൽ 60കൾ 70കളായപ്പോഴത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവർ ഉയർത്തിയിരുന്ന ഈ പുരോഗതിയെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും നമ്മൾ സയൻസിനെക്കുറിച്ചും പുരോഗതിയെ പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്ത് ഈ തുല്യനീതി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരണം. എന്താണ് പൊതുബോധം 1970കളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സൈലൻറ്റ് വാലി പോലൊരു ഇഷ്യൂ വരുമ്പോൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുമ്പ് അത്തരത്തിലുള്ളൊരു സമരം ഉണ്ടായിട്ടില്ല. ആ സമരത്തിൻ്റെ പ്രത്യേകത ഡോക്ടർ MK പ്രസാദിനെ പോലൊരാൾ പോയിട്ട് ഒരു പഠനം നടത്തി പറയുന്നത് കാൽപ്പനികമായിട്ട് വനസംരക്ഷണം എന്നല്ല, ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഈ വനം സംരക്ഷിക്കേണ്ടതിൻ്റെ പുറകിൽ സയൻസ് ഉണ്ട്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വനം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു ജലവൈദ്യുതി പദ്ധതിയേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് വനസംരക്ഷണം എന്ന് നമ്മൾ വാദിക്കുന്നത്. അങ്ങനെ വളരെ ഇൻഫോംഡ് സയൻസ് ബേസ്ഡ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ലിറ്ററേച്ചർ നമ്മൾ സൃഷ്ടിക്കുകയാണ് സൈലൻറ്റ് വാലിയുടെ സമരത്ത്. സൈലൻറ്റ് വാലിയെക്കുറിച്ച് ഇവിടെ മാത്രമല്ല, ഇത് ഇന്ത്യ മുഴുവൻ അതിൻ്റെ അനുരണനം ഉണ്ടാകുന്നുണ്ട്. ഡാരൽ ഡിമോണ്ടെ എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ എൻവയോൺമെൻറ്റ് ജേർണലിസ്റ്റുകളിലെ ഏറ്റവും തുടക്കക്കാരിലൊരാളായിട്ടുള്ള ആളാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡൻറ്റ് എഡിറ്ററായിരുന്നു ബോംബെയിലെ. അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഈ സൈലൻറ്റ് വാലി സമരത്തെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള എൻവയോൺമെൻറ്റ് ജേർണലിസ്റ്റുകൾക്കൊരു യൂണിയൻ അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള കുറേ എഴുത്തുകാർ, പ്രഫുൽ ബിദ്വായി ഫ്രണ്ട് ലൈനിന് വേണ്ടി എഴുതിയിരുന്ന ആളാണ്. അന്ന് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശേഖർ പാഠക് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ അധ്യാപകനായിരുന്നു, ചിപ്കോ മൂവ്മെൻ്റ് ചരിത്രകാരനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. രാമചന്ദ്ര ഗുഹയുണ്ട്, അശീഷ് കോഠാരിയുണ്ട്. അങ്ങനെ ഒരു 70കളും 80കളും 90കളും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വലിയ നിര പത്രപ്രവർത്തകർ, പുസ്തകം എഴുതുന്നവരും ലേഖനം എഴുതുന്നവരുമാണ്, പലരും പത്രക്കാരല്ല. പിന്നെ പേരറിയാത്ത ഒരുപാട് പത്രക്കാരുൾപ്പെടെയുള്ള ഒരു വലിയ ജേർണലിസ്റ്റിക് സമൂഹം എല്ലാ വിഷയങ്ങൾക്കകത്തും ഈ പാരിസ്ഥിതികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിൽ ഇന്ത്യയിലെ മാധ്യമരംഗം വലുതാകുകയും വളരെ സജീവമാകുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ
എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാൻ 94-ലാണ് ജേർണലിസ്റ്റിലേക്ക് വരുന്നത്. എൻ്റെ നഗരമാണ്. ഞാൻ ഇവിടെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 5 കൊല്ലവും പഠിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അന്ന് ഈ MA പഠിക്കുന്ന കാലത്ത്, ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറേശ്ശെ മാധ്യമങ്ങളിൽ കലാകൗമുദിയൊക്കെ പോലെയുള്ള മാസികകളിലൊക്കെ എഴുതിയിരുന്നു. ഇത് ഒരിക്കൽ വായിച്ചിട്ട് അന്ന് CPIയുടെ നേതാവായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ എന്നെ വിളിപ്പിച്ചു. എനിക്ക് പരിചയമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം വായിച്ചിട്ട് വിളിപ്പിച്ചാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ജനയുഗം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം റീലോഞ്ച് ചെയ്യാൻ പോവാണ് മാസികയുടെ രൂപത്തിൽ, തനിക്ക് എൻ്റെ കൂടെ ജോലിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, MAക്ക് സമയമുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്ന ആദ്യത്തെ അസൈൻമെൻറ്റ്, അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ ഘാട്ട് കരാറ്, ഡങ്കൽ ഡ്രാഫ്റ്റ് ഘാട്ട് കരാർ. കുറച്ച് മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് എല്ലാവരും സംസാരിച്ചിരുന്നൊരു വിഷയമാണ്. എന്നോട് പറഞ്ഞു, നീ ഇതിനെ പറ്റിയിട്ടൊരു ലേഖനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പുസ്തകമൊക്കെ വായിച്ച്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദേവീന്ദർ ശർമ്മ എന്ന് പറയുന്ന ആളുടെ അഗ്രികൾച്ചറിലെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് നല്ലൊരു നെടുങ്കൻ സാധനം എഴുതിണ്ടാക്കി പുള്ളിക്ക് കൊണ്ട് കൊടുത്തു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തെ രാവിലെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട നടൻ ബഹദൂർ ഉണ്ട്. ബഹദൂറുമായിട്ട് കണിയാപുരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എനിക്ക് ബഹദൂറിനെ പരിചയപ്പെടുത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഈ ലേഖനം ഇരുന്ന് വായിച്ചിട്ട് പുള്ളി എനിക്ക് തിരിച്ചൊരു ക്ലാസ് എടുത്തു. ഇതിപ്പോൾ ഈ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന എനിക്ക് ഈ നഗരത്തിലെ എല്ലാ ഇക്കണോമിക്സ് പ്രൊഫസർമാരെ അറിയാം, എനിക്ക് ഡോക്ടർ കുഞ്ഞാമനെ അറിയാം, എനിക്ക് ഉമാദേവി ടീച്ചറെ അറിയാം, എനിക്ക് അവരെ അറിയാം, ഇവരെ അറിയാം. എനിക്ക് വേണമെങ്കിൽ ഇവരെ ആരോട് പറഞ്ഞിരുന്നെങ്കിലും അവരെനിക്ക് ഇതുപോലത്തെ ഒരു ലേഖനം എഴുതി തയ്യാറാക്കി തരുമായിരുന്നു. ഞാൻ പക്ഷെ തന്നോട് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. ഇതെനിക്ക് വേണ്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു അക്കാദമിക് പ്രബന്ധമല്ല. പകരം ഈ ലേഖനം വായിച്ചു കഴിയുകയാണെങ്കിൽ എനിക്ക് അറിയേണ്ടുന്നത് പാളയം കണ്ണിമേര മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന റോസിയുടെ ജീവിതത്തിൽ ഘാട്ട് ഡങ്കൽ കരാർ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഇതാണ് ലേഖനത്തിൽ വേണ്ടത്. ഒരാഴ്ച സമയം തരാൻ, പോയി തയ്യാറാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി എഴുതി. അദ്ദേഹം ജനയുഗത്തിൻ്റെ ആ റീലോഞ്ച് ലക്കത്തിൻ്റെ ആദ്യത്തെ കവർ സ്റ്റോറിയായിട്ട് വന്നത് ഈ ലേഖനമാണ്. ഞാനിത് പത്രപ്രവർത്തക വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാനിത് പറയാറുണ്ട്, ഈ കഥ. കാരണം ഇതിനകത്ത് 2 കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പത്രപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നേരത്തെ ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? അതായത് ഇതിനെ മാറ്റി പറയുകയാണ്, നിങ്ങൾ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത്? നിങ്ങളൊരു വിഷയത്തെപ്പറ്റി എഴുതുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഗാന്ധി പറഞ്ഞ മാതിരിയിട്ട് ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്ങിനെ മനസ്സിലോർക്കുക എന്ന് പറയുമല്ലോ. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. ഇത്തരത്തിലൊരു ഉടമ്പടിയിൽ ഇന്ത്യ പങ്കുചേരുമ്പോൾ, ഡങ്കൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഘാട്ട് കരാർ പോലൊരു ഉടമ്പടിയിൽ പങ്കുചേരുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും തട്ടിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് ഏറ്റവും തട്ടിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിനെ അതെങ്ങനെ ബാധിക്കും എന്നതാണ് നിങ്ങൾ ചോദിക്കേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള ചോദ്യം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മീൻകാരി എന്നുള്ള വാക്കുകൂടി അദ്ദേഹം ഉപയോഗിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അപ്പോൾ അതിനകത്ത് വേറൊരു പാരിസ്ഥിതിക നീതിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കാരണം നമ്മൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ കേരളത്തിൻ്റെ ഈ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരിടത്തും കടൽ സമരങ്ങളെ നമ്മൾ ഒരിക്കലും പാരിസ്ഥിതിക സമരങ്ങളായിട്ട് കാണാറില്ല. നമ്മൾ സാധാരണ പറയാറുള്ളത് വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും വളരെ കാൽപ്പനികമായിട്ട് സംസാരിക്കാറുള്ള സമരങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ പാരിസ്ഥിതിക സമരങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞവരായിട്ട് നമ്മൾ സൈലൻറ്റ് വാലിയെ പറ്റി എത്ര വേണമെങ്കിലും സംസാരിക്കും. പക്ഷേ കടൽ സമരങ്ങൾ വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും സർഗാത്മകവും ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ വലിയ സമരം എന്ന് പറയുന്നത്, വലിയ സമരങ്ങൾ വാസ്തവത്തിൽ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങളാണ്. നമ്മളത് പലപ്പോഴും തൊഴിൽ സമരങ്ങളായിട്ട് ലഘൂകരിക്കും. തൊഴിൽ സമരം കൂടിയാണ്. പക്ഷേ നമ്മൾ ട്രോളറുകൾക്കെതിരെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പോലുള്ളൊരു സംഘടന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ സംഘടനകളുണ്ടായിട്ട് സമരം ചെയ്യുന്നു. 1980-കളിലാണ് നമ്മൾ ആദ്യത്തെ ഈ സമുദ്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം അന്നത്തെ LDF ഗവൺമെൻറ് അത് പാസ്സാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഈ അവയർനെസ് വരുന്നതിന് മുമ്പ് കടൽ എന്നത് കടൽ തിളയ്ക്കുന്ന ചെമ്പാണ്. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഈ ഉരുവിൽ പണിക്കാരായിട്ട് പോകുന്ന ആളുകളെക്കുറിച്ച് ഒരു ഫോട്ടോ സീരീസ് ചെയ്തു. അതിനകത്തൊരു സെയിലറോട്, സാധാരണക്കാരനാണ്, മറ്റേ പത്തേമാരിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാളോട് ചോദിച്ചു, കടലിനെ കുറിച്ചിട്ട്, നിങ്ങൾ ഇത്രയും കാലം കടലിൽ ജീവിച്ച ആളല്ലേ,
കടലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാളിങ്ങനെ ആലോചിച്ചിട്ട് സുനിലിനോട് പറഞ്ഞു, കടൽ തിളയ്ക്കുന്ന ചെമ്പാണെന്ന്. ബിരിയാണി ചെമ്പെന്നുള്ള അർത്ഥത്തിൽ കടലൊരു തിളയ്ക്കുന്ന ചെമ്പാണെന്ന്. സത്യത്തിൽ ഈ നമ്മൾ കേരളത്തിൻ്റെ തീരപ്രദേശം, കേരളത്തിൻ്റെ മാത്രമല്ല, അത് തെക്കൻ കേരളത്തിൽ, ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങൾ, ഉപഭൂഖണ്ഡത്തിന് തെക്കൻ ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഹിമാലയമോ വെസ്റ്റേൺ ഗാട്ട്സോ പോലെ തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളാണ്. കാരണം അതിലേക്ക് ഈ നമ്മുടെ മലിനീകരിക്കപ്പെടുന്ന പുഴകൾ വന്ന് കൊണ്ടുവരുന്ന സംഗതികൾ, പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം, കടലിലുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ഈ പാരികളുടെ പോർട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കടൽപ്പാരികളുടെ ഡിസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെ വലിയ ക്രൈസിസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലെ 10-12% വരുന്ന ജനത ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഉപജീവന മാർഗത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ സ്രോതസ് കൂടിയാണിത്. അത് അവരുടെ ഉപജീവനം എന്നുള്ള രീതി മാത്രമല്ല നമ്മളിത് കാണേണ്ടത്. പക്ഷേ ഇത്തരം ഇതിനെ മുൻനിർത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിനെ പലപ്പോഴും നമ്മൾ പാരിസ്ഥിതിക സമരങ്ങളായിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. ഇത് എനിക്ക് വേറൊരു വലിയ അനുഭവമുണ്ട്. കാരണം ഇത് നമ്മൾ പലപ്പോഴും കടല്, ഇപ്പോൾ പരിസ്ഥിതിയുടെ ഒരു പഞ്ചഭൂതങ്ങളെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കടല്, ജലം, മണ്ണ്, വായു, മല. ആകാശത്തിന് വായു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്. ഈ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ്. പക്ഷേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടല്ല നമ്മൾ കാണാറുള്ളത്. എനിക്കിതിൻ്റെ ഒരു വലിയ പാഠം കിട്ടുന്നത്, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാമ്പൻ എന്ന സ്ഥലമുണ്ട്, രാമേശ്വരത്ത്. എല്ലാവരും പോയിട്ടുണ്ടാവും അവിടെ. അപ്പോൾ ഈ പാമ്പൻ സ്ഥലത്ത്, പാമ്പനിലെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ കടലിലേക്ക് പോകുന്ന മുക്കുവരെ ശ്രീലങ്കൻ നേവി പിടിക്കും. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇട്ടാവട്ടം സ്ഥലത്താണ് ഈ പാമ്പൻ എന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ട്രോളറുകളുമായിട്ട് പോകുന്നത്. നമ്മൾ ഈ പ്രദേശത്ത് പോയി കഴിയുമ്പോൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡറൊക്കെ ആയിട്ടുള്ളൊരു അദ്ദേഹമുണ്ട്, അരുളാനന്ദൻ എന്നാണ് അദ്ദേഹം. ജീവിച്ചിരിപ്പില്ല. കവിതയൊക്കെ എഴുതുന്ന ആളായിരുന്നു. ദീപക് കവിഞ്ചർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ദ്വീപിലെ കവിഞ്ചർ. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് രാവിലെ ഞാൻ ചെല്ലുന്നു. ഇദ്ദേഹത്തെ കാണാൻ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞു, വർത്തമാനമൊക്കെ പറഞ്ഞു, ഇതിൻ്റെ ക്രൈസിസ് പറഞ്ഞു, ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അപ്പം നാളെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ സാപ്പാട് എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലാണ് സാപ്പാടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഭാര്യയും കൂടി ചോറും മത്സ്യവും മാത്രമല്ല. അപ്പോൾ ഞങ്ങൾ ഈ തലേ ദിവസം സംസാരിച്ചത് മുഴുവൻ പാമ്പനിലെ ഫിഷ് ലാൻഡിങ് സ്റ്റേഷനിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രോളറുകൾ വരുന്നുണ്ട്, മത്സ്യം ഇറക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും മീനുകളുടെ നടുക്ക് നിന്നാണ് ഈ വർത്താനം പറയുന്നത്. എന്നിട്ടാണ് ഈ പുള്ളി പറഞ്ഞ അടുത്ത ദിവസം വന്നാൽ മതി ചാപ്പാടിന്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു 6-7 കൂട്ടം മത്സ്യങ്ങൾ മാത്രമുള്ള, ചോറും മീനും മാത്രമുള്ളൊരു സദ്യ തയ്യാറാക്കിയിരിക്കുന്നു, മത്സ്യസദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല മത്സ്യം ഞാൻ വേറെ കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും പുള്ളിയുടെ ഭാര്യ ഒന്ന് ചോദിച്ചു, എപ്പിടി ഇരിക്കും ചോദിച്ചു, ഓരോ വിളമ്പി കഴിയുമ്പോഴും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നിയില്ലേ ഇന്നലെ എന്താ ഞാൻ നിങ്ങളെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കാത്തന്ന്? 12 മണിക്ക് നിങ്ങളുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങളെ ഉണ്ണാൻ വിളിച്ചില്ല, ഇന്ന് വരാൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചോദ്യം എനിക്കും തോന്നി, മനസ്സിലായില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് ഇന്നലെ നിങ്ങൾക്കൊരു ചോറും മീൻകറിയും തരികയാണെങ്കിൽ അത് ഒരാഴ്ച പഴക്കമുള്ള മത്സ്യമായിരിക്കും. ഇന്ന് നിങ്ങൾ ഈ കഴിച്ച മീൻ രുചിയുള്ളത് എന്താ ചെയ്യുകയാണെങ്കിൽ, ഞാൻ തലേ ദിവസം തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ലാൻഡിങ് സ്റ്റേഷനിലുള്ള ആളുകളോട് പറഞ്ഞിരുന്നു, രാത്രി കടലിൽ പോകുന്ന നമ്മുടെ ആർട്ടിസാനൽ ഫിഷർമെൻ എന്ന് പറയുന്നവരുണ്ട്, അവരോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നാളെ ഗസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് മീൻ വേണമെന്ന്. അപ്പോൾ ഇന്നലെ പിടിച്ച ഐസിലിടാത്ത പുത്തൻ മീൻ നിങ്ങൾക്ക് വിളമ്പിയത്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഈ കടലിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുള്ളി സൂചിപ്പിച്ചത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പാമ്പനിലെ ഈ പൊളിറ്റിക്കൽ ഇക്കോണമി എക്സ്പ്ലെയിൻ ചെയ്ത്, അന്ന് ഞാൻ ആ ഭാഗത്ത് രാമനാഥപുരത്തൊക്കെ ഒരുപാട് സഞ്ചരിച്ചിരുന്നു. ഇതിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് എന്തുമായിട്ടാണെന്നറിയോ? ഈ പാമ്പൻ ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട്. കാരണം എന്താ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ രാമനാഥപുരത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മുക്കിന് കുളങ്ങളുള്ളൊരു പ്രദേശമാണിത്. സാധാരണഗതിയിൽ മഴ കുറവാണ്. പക്ഷെ അവിടെയുള്ളൊരു ട്രഡീഷണൽ വിസ്ഡം അവിടുത്തെ ഒരു കർഷകൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാ ഇത്രയധികം കുളങ്ങളുണ്ടല്ലോ ഇവിടെ, വെള്ളമുണ്ട് പലയിടത്തും, അവിടെ ഏരി എന്നാണ് വിളിക്കുക, വലിയ കുളങ്ങൾ ഏരി എന്ന് വിളിക്കും. അത് അവർ പറഞ്ഞു, അത് എപ്പിടിന്നാ അത് ഒരു 10 வருஷம் കൂടുമ്പോഴും பெரிய ஒரு புயல் வந்துடும், அந்த புயலில் கிடைக்கக்கூடிய தண்ணி முழுவதுமே இங்கே ஸ்டோர் பண்ணி தான் வைக்கணும், அப்படி தானே தான் எங்களுக்கு முடியும். എന്ന് വെച്ചാൽ ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ഒരു പുയൽ എന്ന് വെച്ചാൽ വലിയ കൊടുങ്കാറ്റ് വരും. ഈ വലിയ കൊടുങ്കാറ്റിൽ കിട്ടുന്ന സർപ്ലസ് വെള്ളം മുഴുവൻ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഇതിനൊപ്പം ഇതിൻ്റെ ഇവിടെ കൂടാണ് വൈഗൈ നദി ഒഴുകുന്നത്. ഈ വൈഗൈ നദിയിൽ 2-3 കൊല്ലം കൂടുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടാകും. ആ വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന നദിയോട് ചേർന്നൊരു കുളം, ആ കുളത്തിൽ നിന്ന് വേറൊരു കണക്ഷൻ ഉണ്ട് വേറൊരു കുളത്തിലേക്ക്, പിന്നെ ഒരു ഏരിയയിലേക്ക്. ആ ഏരിയയാണ് അവസാനം നമ്മൾ
കടലിൽ ചെന്ന് വെള്ളം പോകുന്നത്. ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. സായിപ്പ് വന്നപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി മാറി. അവർ തീരുമാനിച്ചു ഈ കുളം ബേസ്ഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നീർത്തട സംരക്ഷണത്തിൽ കൂടിയിട്ടുള്ള വെള്ളത്തിൻ്റെ ഉപഭോഗം, ആ ഒരു മാതൃക അവർ നിർത്തി. കാരണം അവർ യൂറോപ്പിൽ കണ്ടത് ഈ ഹെഡ് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പുഴയുടെ തുടക്കത്തിൽ തന്നെയുള്ള വെള്ളം തടഞ്ഞു നിർത്തി അതിനെ ഡാം കെട്ടി കനാലുകളിൽ കൂടി ഈ ഒരു നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ കൃഷി നടത്തുക എന്നുള്ള ഒരു രീതിയാണ് അവരവിടെ അവലംബിച്ചു പോകുന്നത്. സെയിം സാധനം ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പെന്നിക്കൊക്കെ എന്ന് പറയുന്ന എഞ്ചിനീയർ മുല്ലപ്പെരിയാർ തേടി പോകുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാറിൽ ഡാം കെട്ടിയപ്പോൾ ഇവരുടെ ഫോക്കസ് മുഴുവൻ 1885 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫോക്കസ് മുഴുവൻ മുല്ലപ്പെരിയാറിലേക്ക് പോകും. മുല്ലപ്പെരിയാറുമായിട്ട് അനുബന്ധ കനാലുകളിലേക്കായി ശ്രദ്ധ. ഈ രാമനാഥപുരത്ത് കൃഷി അവതാളത്തിലായി. കാരണം ഈ കാലാകാലങ്ങളിൽ സംരക്ഷിക്കേണ്ടിയിരുന്ന ഈ ഏരികളും കുളങ്ങളുടെയും സംരക്ഷണമില്ലാതായി. അപ്പോൾ ഇവിടെ മറ്റേടത്ത് മേലൂർ എന്നൊക്കെ പറയുന്ന, ആദ്യം നടത്തിയത് മേലൂരാണ്, നമ്മൾ പെരിയകുളത്തിൻ്റെയൊക്കെ സൈഡ്, ദിണ്ടിക്കൽ ഭാഗം, നീലാക്കോട്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് കൃഷി ആദ്യം വരുന്നത്. പിൽക്കാലത്ത് അത് വൈഗൈ ഡാം 1956 വരുന്നു. വൈഗൈ ഡാമിൻ്റെ ഭാഗമായിട്ട് വരുന്നു. നമ്മൾ തെക്കൻ ഭാഗങ്ങളിൽ തേനി, കമ്പംമേട് എന്ന് പറയുന്ന കേരളത്തിലുള്ള അതിൻ്റെ ചോട്ടിലുള്ള വലിയ പ്രദേശമുണ്ട്, വലിയ നെൽകൃഷി പ്രദേശമാണ്. അത് മുഴുവൻ ഇവിടെ വരുന്നു. അപ്പോൾ പക്ഷേ ഈ വൈഗയിലെ ഡീസെൻട്രലൈസേഷനും വെള്ളം തിരിച്ച് ഡാം കെട്ടലും കാരണം വൈഗയിൽ വെള്ളപ്പൊക്കം ഇല്ലാതായി. അപ്പോൾ ഈ വൈഗൈ ആറിൽ കൂടിയിട്ട് കൃഷി, രാമനാഥപുരത്ത് കൃഷി കിട്ടിയിരുന്നത്, മധുരയിൽ ശിവഗംഗയിലും മറ്റും കൃഷി കിട്ടിയിരുന്നത് കൃഷിയില്ലാതായി. അപ്പോൾ ഈ കൃഷി ചെയ്തിരുന്ന ആളുകൾ എന്ത് ചെയ്തു? ഈ ആളുകൾ 2 തൊഴിലുകളിലേക്കാണ് തിരിഞ്ഞത്. ഒന്ന്, അവർ വട്ടിപ്പലിശക്കാരായി. അപ്പോൾ നമ്മൾ മധുരയിലെ ക്രൈമിൻ്റെയൊക്കെ പിന്നെ പൊളിറ്റിക്കൽ ഇക്കോണമിക്കൽ റൂട്ട് തേടിപ്പോയി കഴിയുകയാണെങ്കിൽ സത്യത്തിൽ ഇവർ പലരും കൃഷി നഷ്ടമായി വട്ടിപ്പലിശയിലേക്ക് വരികയും മണി ലെൻഡേഴ്സായി മാറുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു പൊളിറ്റിക്കൽ ഇക്കോണമി അനുസരിച്ച്. രണ്ടാമത്തെ കൂട്ടർ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 60കൾ ഇതേ സമാനത്ത് നോർവീജിയൻ സഹായത്തോടെ ഈ ട്രോളറുകൾ വന്നു. അപ്പോൾ ഈ പൈസ ഉണ്ടായിരുന്ന ഇവരുടെ കയ്യിലാണ്. ട്രഡീഷണൽ മുക്കുവരുടെ കയ്യിൽ ട്രോളർ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പോയി ട്രോളർ വാങ്ങിച്ചു. ഈ ട്രോളർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുഴുവൻ പാമ്പനിലാണ് ഈ ട്രോളർ ബിസിനസ് വരുന്നത്. പക്ഷേ പാമ്പൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇട്ടാവട്ട പ്രദേശത്ത് ഇത്രയധികം ട്രോളറുകൾക്ക് ഓടാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ട്രോളർ ഇക്കോണമിക്ക് സഹായകരമാകുന്ന ഒരു സംഗതി ശ്രീലങ്കയിൽ സംഭവിക്കുന്നു. അവിടെ യുദ്ധം തുടങ്ങുന്നു, ഈഴത്തമിഴരുടെ യുദ്ധം തുടങ്ങുകയാണ്. അതുകൊണ്ട് ശ്രീലങ്കൻ തമിഴര് മുക്കുവരായിട്ട് മീൻ പിടിക്കാൻ വരുന്നത് ഇല്ലാതാകുന്നു. ഈ കടൽ മുഴുവൻ ഇന്ത്യൻ ഫിഷർമെന്നിന് തുറന്നു കിട്ടുന്നു. പക്ഷേ 2008 യുദ്ധം അവസാനിക്കുമ്പോഴത്തേക്ക് ശ്രീലങ്കൻ കർഷകർ വീണ്ടും തിരിച്ച് അവരുടെയും കൂടിയാണല്ലോ ആ കടല്, അവർ വരുന്നു. അവിടെ അവർ വരുമ്പോഴത്തേക്ക് ഈ ഇന്ത്യൻ കർഷകരാണ്, ഇന്ത്യൻ മുക്കുവരാണ്, ട്രോളേഴ്സാണ് ഇത് മീൻ പിടിക്കാൻ വരുന്നത്. ബഹളമായി. അത്രയും ട്രോളേഴ്സിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള കടലിന് വ്യാപ്തിയോ മത്സ്യ ശേഷിയോ ആ പ്രദേശത്തിനില്ല. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഏതൊക്കെ ലെവലിൽ ലിങ്ക്ഡ് ആണെന്നുള്ളത്. അതിന് മണ്ണുമായിട്ട് ബന്ധമുണ്ട്, കടലുമായിട്ട് ബന്ധമുണ്ട്, കരയുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ നമ്മളീ പറയുന്ന ഒരു വെബിനകത്താണ് പലപ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റലിസം അല്ലെങ്കിൽ നമ്മൾ പാരിസ്ഥിതിക പത്രപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടി വരിക. സാധാരണഗതിയിലെ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിലോ കൾച്ചറൽ റിപ്പോർട്ടിങ്ങിലോ സാമ്പത്തിക ഡിപ്പാർട്ട്മെൻറ്റിലോ വേണ്ടുന്നതിനേക്കാൾ വളരെ കൂടുതൽ പണിപ്പെടേണ്ടി വരുന്നൊരു മേഖല കൂടിയാണത്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക്, വിചാരിക്കാത്ത സങ്കീർണതകളും വിചാരിക്കാത്ത കെട്ടുപാടുകളും വിചാരിക്കാത്ത കണക്ഷൻസും ഉള്ളൊരു മേഖലയാണ് പലപ്പോഴും നമ്മൾ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും. അപ്പോൾ അത് കടലിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ പോലും ആ വ്യത്യാസമുണ്ട്. ശ്രീലങ്കയിലെ നമ്മൾ തമിഴ്നാട്ടിലെ മത്സ്യങ്ങൾക്ക് വില കുറവും കേരളത്തിൽ തന്നെ നമ്മൾ കേരളത്തിലെ മത്സ്യങ്ങൾക്ക് വില കൂടുതലുമാണ്. കാരണം പറയുന്നത് കേരളത്തിലെ മത്സ്യത്തിന് രുചി കൂടുതലാണ്. കാരണം കേരളത്തിലെ നദികൾ കൊണ്ടുവരുന്ന ഏക്കലിനും മറ്റുമൊക്കെ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള പ്രദേശത്ത് എന്ന് പറയുന്നത് ആ കടലിൽ, കേരളത്തിൻ്റെ തീരത്തുള്ള കടലിലുണ്ടാക്കുന്ന മത്സ്യങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡാണ്. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ അവതാളത്തിലാകണം. പക്ഷേ ഇതിനെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് പലപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്താണെന്നുള്ള ആഴത്തിൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത്. ഈ 2025 നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചലഞ്ചും ഇത് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ്, എന്തർത്ഥത്തിലാണ് നമ്മൾ ഈ ജേർണലിസം ചെയ്യുക? കാരണം
ഈ 1960s-ലും 70s-ലും 80s-ലും ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇക്കോണമി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയ പരിതസ്ഥിതി ഒരുക്കിയിരുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഇവിടെ തന്നെ ജനകീയാസൂത്രണം പോലെയുള്ള വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, പലരും ഗാന്ധിയൊക്കെ പറഞ്ഞിരുന്ന തരത്തിലുള്ള കൺസംഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവേർണൻസ് ഇനിഷ്യേറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ 2010 ശേഷമൊക്കെ വരുമ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയൻ്റെ കൊളാപ്സിന് ശേഷം അത് വാസ്തവത്തിൽ അതിൻ്റെ റിയൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള മനുഷ്യരുടെ ധാരണകളൊക്കെ ഏതാണ്ട് ഒരു സ്വപ്നം അവസാനിക്കുന്ന മാതിരിയിട്ട് ഒരു വാസ്തവത്തിൽ അത് സാമൂഹികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങുന്ന 10-20 കൊല്ലത്തിന് ശേഷമാണ്. 2010 കഴിയുമ്പോഴത്തേക്കാണ് പ്രത്യേകിച്ച് മുതലാളിത്ത വ്യവസ്ഥിതിക്ക് ഒരു ബദലില്ല എന്നുള്ള ധാരണ വരികയും, അല്ലെങ്കിൽ ആ ബദൽ എന്നത് പലപ്പോഴും മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സങ്കല്പനങ്ങളാണ്, അല്ലാതെ സോഷ്യലിസം പോലെയല്ല എന്നുള്ളൊരു ധാരണ സമൂഹങ്ങളിൽ ഉണ്ടാവുകയും, അപ്പോൾ ഈ മുതലാളിത്തത്തിനെ പരിഷ്കരിക്കുക എന്നുള്ളതിനല്ലാണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഈ ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥിതി ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു നമ്മൾ ഇവിടെ നിന്നല്ല എല്ലായിടത്തും നമുക്ക് കാണാവുന്ന സാധനമാണ്. ഇപ്പോൾ ഹരിത മിഷനെ പോലെയുള്ള വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരുപക്ഷെ ജനകീയാസൂത്രത്തിൻ്റെ ഒരു തുടർച്ചയാണത്. നീർത്തട സംരക്ഷണമാകാം, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതാകാം, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ ഏറ്റവും കൂടുതൽ മൊബിലൈസ് ചെയ്തുകൊണ്ട്, കേരളത്തിൻ്റെ ഒരു ട്രഡീഷനാണത് പബ്ലിക് ആക്ഷൻ എന്നുള്ളത്. ആ ട്രഡീഷനിൽ നിന്നുകൊണ്ടുള്ള ഗവർണൻസ് വിഭാവനകൾ, സങ്കല്പങ്ങൾ, പോളിസി ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നു. മറുവശത്ത് വലിയ പദ്ധതികൾ സ്റ്റേറ്റിൻ്റെ അളവിൽ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനോ വരുന്നുണ്ട്. KRL പോലെയുള്ള സാധനങ്ങളാകാം, അല്ലെങ്കിൽ വലിയ വലിയ റോഡുകളുടെ പദ്ധതി ഇന്ത്യയിലെമ്പാടും നടക്കുന്നുണ്ട്. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു കോൺട്രഡിക്ഷൻ നമുക്കിത് കാണാൻ പറ്റും. രണ്ട് തരത്തിലുള്ള പൊളിറ്റിക്കൽ വിഷനാണത്. ഒരർത്ഥത്തിൽ ഈ പറയുന്ന ഒരു 80s-ൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വിഷൻ ഇന്ന് കേട്ട നമ്മൾ കേട്ട പല ഫീൽ ഗുഡ് സ്റ്റോറികളുടെയും ഒരു സത്യത്തിൽ അതൊരു 80-കളുടെയോ 90-കളുടെയോ ഒരു റെസണൻസ് ഉണ്ട്. മറ്റ് പല സ്ഥലത്തും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ MOUകളെ കുറിച്ചിട്ടും വലിയ വലിയ ഇൻഡസ്ട്രിയൽ സങ്കല്പങ്ങളെ കുറിച്ചിട്ടുള്ള വേറൊരു ഡിസ്കഷനാണ് വേറൊരു സ്ഥലത്ത് നടക്കുക. ഇത് തമ്മിൽ ഒരേ തരത്തിലുള്ള ഒരേ സംസ്ഥാനത്തിനകത്ത് ഒരേ ഒരു ഭരണ സംവിധാനത്തിനകത്ത് ഈ കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നല്ല, ലോകത്തെമ്പാടുമുള്ളൊരു ടെൻഷനും ഒരു കോൺട്രഡിക്ഷനും ആണിത്. ഇതെങ്ങനെ പരിഹരിക്കുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ഇന്നേ കാലത്ത് നിന്നുകൊണ്ട് അത് സംസാരിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ എൻവയോൺമെൻറ്റ് ജേർണലിസം 1980s-ലും 70s-ലും 80s-ലും 90s-ലും അഡ്വക്കസി അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് സ്വഭാവമാണ് പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളത് വളരെ ഇൻഫോംഡായിട്ട് ചെയ്യേണ്ടി വരും. ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പണ്ടത്തെക്കാൾ കൂടുതൽ എൻവയോൺമെൻറ്റൽ കോൺഷ്യസ്നെസ് ആളുകളിലുണ്ട്. ഡൽഹി പോലൊരു സ്ഥലത്ത് വായു മലിനീകരണം എന്ന് പറയുന്നത് വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. യമുനയിലെ പൊല്യൂഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയങ്ങളിലൊന്നാണ്. പക്ഷേ അത് പലപ്പോഴും ഈ പറഞ്ഞ മാതിരിയിട്ട് അതിൻ്റെ വളരെ ഉപരിപ്ലവമായ അർത്ഥത്തിൽ ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കുകയും ഇതിൻ്റെ ആഴത്തിലുള്ള പൊളിറ്റിക്കൽ ഇക്കോണമിക് ക്രിട്ടീക്ക്, എന്തുകൊണ്ടാണ് യമുന പൊല്യൂട്ടഡ് ആകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിലെ വായു മലിനീകരിക്കപ്പെടുന്നത്? കാരണം നിങ്ങളുടെ പോളിസികൾ മുഴുവൻ പ്രൈവറ്റ് വെഹിക്കിളിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യുകയാണ്. കേരളം പോലെ അല്ല മറ്റു പ്രദേശങ്ങൾ. പൊതുവാഹനങ്ങൾ എന്ന് പറയുന്നതിനെ വളരെ കുറച്ചേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ നിങ്ങൾ പ്രിവിലേജ് ചെയ്യുക സമൂഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് റോസിയുടെ ആവശ്യങ്ങളല്ല, ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടുന്ന ഒരു എയർപോർട്ടിന് വേണ്ടി ചെലവഴിക്കുന്ന സംഗതികൾ നമ്മൾ ഒരിക്കലും റോഡിന് വേണ്ടിയിട്ടോ ഒരു പുഴയ്ക്ക് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ആ ഫണ്ടുകൾ നീക്കി വയ്ക്കില്ല. ഞാനൊരു ഉദാഹരണം, ഞങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ യമുനയെക്കുറിച്ചിട്ട് പറഞ്ഞു. അത് ആ ഇഷ്യൂ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറി യമുനയുടെ മലിനീകരണം വന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം, ഈ 2-3 വിഷയങ്ങൾക്കകത്ത് ആ പത്രങ്ങൾ എടുത്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിലപാടുകൾ. ഒന്ന്, ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ള, ലക്ഷദ്വീപും ആൻഡമാൻസും ഒക്കെ ഇപ്പോൾ നേരത്തെ കടലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, ആളുകൾ ഭരണകൂടങ്ങൾ റിയൽ എസ്റ്റേറ്റായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണെന്ന്. അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. ലക്ഷദ്വീപ് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡമാൻ കുറേ കൂടെ ദൂരെയാണ്. എങ്കിലും അത് നേരിടുന്ന ക്രൈസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യമുനയുടെ കാര്യത്തിനകത്ത് ഞാനൊരു ജേർണലിസം എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇത് കാണിക്കാം. അപ്പോൾ ഇതൊരു 5 സീരീസായിട്ട് നമ്മൾ ചെയ്തതാണ്. ആദ്യത്തെ സംഗതി, 1500 കിലോമീറ്ററോളം നീളമുണ്ട് യമുനയ്ക്ക്. ഈ യമുന യമുനോത്രി എന്ന് പറയുന്ന ഹിമാലയത്തിലെ ഒരു മഞ്ഞു മൂടിയ ഒരു 25,000-ൽ മേലെ പൊക്കമുള്ള ഒരു കൊടുമുടിയിൽ നിന്നും, ഒരു ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിച്ച്
ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി ബോർഡറിൽ വെച്ചിട്ട് താഴെ എത്തുന്നു, സമതലത്തിലെത്തുന്നു. 50 കിലോമീറ്റർ മാത്രമാണ് ഡൽഹിയിൽ കൂടി ഒഴുകുന്നത്. ഈ 50 കിലോമീറ്ററിനുള്ളിൽ ഡൽഹിക്കാരെല്ലാം കൂടെ ചേർന്ന് ആ പുഴയെ നശിപ്പിക്കും. പിന്നെ അതിനകത്ത് ഓടജലം മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. അത് നമ്മൾ ഇന്ന് പലപ്പോഴും കാണുന്ന യമുനയിലെ വെള്ളം എന്ന് പറയുന്നത് യമുനയിൽ സീവേജാണ്, അൺട്രീറ്റഡ് സീവേജാണ് യമുനയിൽ വെള്ളമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഏതാണ്ട് പിന്നെ മഴക്കാലത്തും അല്ലെങ്കിൽ മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളിലും കാണുന്നത് ഒഴിവാക്കി കഴിയുകയാണെങ്കിൽ മുഴുവൻ വെള്ളവും ഏതാണ്ട് ഡൽഹിയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഹരിയാനയിലും നെൽകൃഷി പാടില്ലാത്തൊരു സ്ഥലമാണ് സത്യത്തിൽ ഹരിയാന, കാരണം വെള്ളമില്ല അവിടെ. അപ്പോൾ അവിടെ ഒട്ടും അനുയോജ്യമായിട്ടുള്ളൊരു കൃഷിയല്ല ഗോതമ്പും ധാന്യവിളകൾ, ഗോതമ്പും അരിയും. പക്ഷേ വലിയ അളവിൽ നമുക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയുള്ള അരി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഈ 50 ഡൽഹിയിൽ കൂടി ഒഴുകുന്ന 50 കിലോമീറ്റർ യമുനയുടെ സ്ട്രെച്ച് എന്താണെന്ന് പറയാനായിട്ടുള്ള ശ്രമമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ. ഇതിപ്പോൾ ഇത് മുഴുവൻ റിപ്പോർട്ടഡ് സ്റ്റോറിയാണ്. ആദ്യത്തെ ഇതിനകത്ത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ പല്ല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം വരെയുള്ള സ്ഥലത്ത് വലിയ അളവിൽ പച്ചക്കറി കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. യമുന അൺപൊല്യൂട്ടഡ് ആണ്. അത് കഴിയുമ്പോഴാണ് യമുനയുടെ പൊല്യൂഷൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ ആയപ്പോഴത്തേക്ക് വീണ്ടും ആ പൊല്യൂഷൻ തുടങ്ങുന്നു. എന്നാൽ ദർ ഇസ് സ്റ്റിൽ ലൈഫ്, മത്സ്യസമ്പത്തുണ്ട്, ആളുകൾ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. രണ്ട് സൈഡിലും തണ്ണിമത്തൻ പോലെയുള്ള ക്രോപ്പ് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ നഗരത്തിനകത്തായി കഴിഞ്ഞ് ഓൾഡ് ഡൽഹിയുടെ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഘാട്ടുകളുള്ള സ്ഥലമാണ്. ഘാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബോട്ടും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ ചാട്ട് പൂജ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിൽഗ്രിമേജിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ആ പ്രദേശം. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ബരാജ് വന്നു. പക്ഷേ അപ്പോഴത്തേക്ക് യമുനയിൽ ഫ്രോത്ത് മാത്രമേ ഉള്ളൂ. വെള്ള നിറത്തിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് നഗരത്തിനകത്തുള്ള യമുനയുടെ തീരത്ത് പോയി കഴിഞ്ഞാൽ ഒരുതരം വെള്ളപ്പതയായിരിക്കും പുഴ മുഴുവൻ. നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. സർഫ് വെള്ളത്തിലിട്ട് സർഫ് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാതിരിയിട്ടാണ് പുഴ ഇരിക്കുക. ഏതാണ്ട് അവസാനത്തെ സാധനമാണ്, കണ്ടില്ല ഞാൻ പറഞ്ഞ സംഗതി, ഫ്രോത്തിൻ്റെ സംഗതി. അപ്പോൾ ഞാനിത് കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്താ ശരിയാണെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഒരു പത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സാമ്പത്തിക ഇക്കോണമി ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിലേ നമുക്ക് പലപ്പോഴും ഇടപെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വായിക്കുന്ന ആളുകൾക്ക് പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു സ്പേസ് ഇപ്പോൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ജേർണലിസം, ഒരുപക്ഷെ പരിസ്ഥിതി ജേർണലിസം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച മാതിരിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, ആർക്കും സ്വന്തമായി സംസാരിക്കാൻ സ്പേസ് ഇല്ലാത്ത മനുഷ്യർക്ക് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഒരു പത്രപ്രവർത്തനം വളരെ ഡീപ്പായിട്ട് വിഷയങ്ങൾ പഠിച്ചുകൊണ്ട്, ഇപ്പോൾ ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ കാലമാണ്. ഒരു വശത്ത് ക്ലൈമറ്റ് ക്രൈസിസ് ഉണ്ടെന്നുള്ളത് പിന്നെ ഒരു സംശയവുമില്ലാണ്ട് തെളിയിച്ചിട്ടുണ്ട്. ആ ക്ലൈമറ്റ് ക്രൈസിസ് ഈ പ്രയോഗത്തിൽ പോലും ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പോൾ ഗാർഡിയൻ്റെ നേതൃത്വത്തിലാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനമല്ല, ക്ലൈമറ്റ് ക്രൈസിസ് ആണ്. വ്യതിയാനത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇത് നമ്മൾ നേരിടുന്നത് ഒരു ക്രൈസിസിൻ്റെ പീരീഡാണ്. ആ ക്രൈസിസിൻ്റെ പീരീഡിൽ നമ്മൾ ആളുകളെ എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക? കാരണം ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 1.5 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കും സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. അത് നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് നമ്മുടെ കൺസംഷൻ ചോയ്സുകളെ കുറിച്ചിട്ട് നമ്മൾ വളരെ തീക്ഷണമായിട്ട് ആലോചിക്കണം. എല്ലാവരും AI പറ്റി പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി. AI എന്ന് പറയുന്ന ഒരു വലിയ പവർ ഗസ്ലറാണ്. ഇതിന് വേണ്ടുന്ന വിദ്യുശക്തി എവിടെ നിന്നുണ്ടാവും? രണ്ടാമത്തെ കാര്യം, AI പോലെയുള്ള കാര്യങ്ങൾ, മൂലധനം, ഇത്തരത്തിൽ ടെക്നോളജി, നമ്മൾ നേരിടുന്ന ഒരു വലിയ 3 പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട്. 1 മൂലധനത്തിൻ്റെ പ്രശ്നം, 2 സ്റ്റേറ്റിൻ്റെ പ്രശ്നം, 3 ടെക്നോളജിയുടെ പ്രശ്നം. ഇത് 3ഉം കൂടി ഒരുമിച്ച് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഇതാണ്. മൂലധനത്തിന് ആവശ്യം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മനുഷ്യരെ മാറ്റിക്കൊണ്ടുള്ള പ്രോഫിറ്റിയറിംഗ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിഷനുണ്ട്. അത്തരത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പത്രപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്നു എന്നതിനൊപ്പം തന്നെ പണ്ടത്തെക്കാൾ കൂടുതൽ നമുക്ക് അറിവും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയും പത്രപ്രവർത്തനത്തിൽ ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ പാരിസ്ഥിതിക പത്രപ്രവർത്തനം എന്ന് പറയുന്നതിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുള്ളൂ. അത് ഏത് മാധ്യമത്തിലായാലും, പ്രിൻറ്റിലായാലും ശരി, ടെലിവിഷനായാലും ശരി, നവമാധ്യമങ്ങളായാലും ശരി, ഈ പറഞ്ഞ മാതിരിയിട്ട് വളരെ ഇൻഫോംഡായിട്ട് പത്രപ്രവർത്തനം നടത്താൻ സാധിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി സർവൈവ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ആളുകൾക്ക് ജേർണലിസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പത്രക്കാരാണെന്നും പറഞ്ഞിട്ട് കൂടുതൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്
ആ തൊഴിലിനകത്ത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആശാരിപ്പണിയൊക്കെ പോലൊരു തൊഴിലാണ്. ശീലിച്ച് പരിചയിക്കുന്ന ഒരു സംഗതിയാണ്. ശരിക്കൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആണത്. അതായത് ഒരിക്കൽ പത്രപ്രവർത്തനമായിട്ട് ആരും പത്രപ്രവർത്തനം വിട്ടു എന്ന് പറയാറില്ല. മുൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുള്ളൂ. ഒരു ആശാരി അല്ലെങ്കിൽ മേസ്തിരി, കൊത്തപ്പണി ചെയ്യുന്ന മേസ്തിരി ഒരിക്കലും വേറെ ഇതാകില്ലല്ലോ. അദ്ദേഹം എപ്പോഴും മേസ്തിരി ആയിരിക്കും. അതുപോലെയാണ് ഈ പത്രപ്രവർത്തനം. അത് കാരണം അത് തൊഴിലായ ഒരു ക്രാഫ്റ്റ് പോലത്തെ ഒരു കൈത്തൊഴിലായതുകൊണ്ടാണ്. അത് നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ കാലത്ത് സാമ്പ്രദായിക പത്രപ്രവർത്തനത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ ഹരിതമിഷന് ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ക്ഷമയോടെ കേട്ടിരുന്നതിന് താങ്ക് യു.